ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബ് ജേണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ കാണുന്നവരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്, ചാനൽ മോണിറ്റൈസേഷൻ ആയോ, പൈസ കിട്ടാൻ തുടങ്ങിയോ, എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ചിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അതുപോലെ യൂട്യൂബ് തുടങ്ങുന്നവരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വീഡിയോസ് ഇടാറുള്ളത്, ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 8 പ്രാവശ്യമായി ഷൂട്ട് ചെയ്യുന്നു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയിട്ട് ഞാൻ പിന്നെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് 8ാമത്തെ പ്രാവശ്യമാണ് ഞാനിത് എടുക്കുന്നത്. ഇതിലെനിക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ എങ്ങനെയാണ് തുടങ്ങിയെന്ന് പറഞ്ഞുതരാം. എൻ്റെ 6ാമത്തെ ചാനലാണിത്. എനിക്ക് മുന്നേ 5 ചാനലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 ചാനലുകളിലും ഞാൻ 3-4 വീഡിയോസ് ഇടും. ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും, ആ ചാനൽ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഇതിന് തൊട്ട് മുന്നേയുള്ള ചാനൽ 800 സബ്സ്ക്രൈബേഴ്സ് ആയ ടൈം നാട്ടിൽ നിന്ന് ഒരാളിങ്ങനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മടി കൊണ്ട് ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാനൽ ഡിലീറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 800 സബ്സ്ക്രൈബേഴ്സ് ആയതല്ലേ, എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്, മോണിറ്റൈസേഷൻ ആവൂലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു മടി കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു ചാനൽ ഇനി ആര് കണ്ടാലും കളിയാക്കിയാലും ഒന്നും കുഴപ്പമില്ല എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി. എൻ്റെ കല്യാണം കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. അന്ന് ഏട്ടൻ ഒമാനിലായിരുന്നു. അപ്പോൾ ഒമാനിൽ പോകുന്ന സമയമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാം, അവിടെ ആകുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടാവുമല്ലോ എന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അവിടെ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കണം. കാരണം ഫുൾ ടൈം വെയിലാണ്. അതുകൊണ്ട് ആ ഒരു പകൽ സമയമൊന്നും ആരും അധികം പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗും കാര്യങ്ങളും നടക്കില്ല. കാരണം വ്ളോഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എവിടെയെങ്കിലും പോകണം. ഡെയിലി ഇല്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്ളോഗൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അറിയുന്ന വഴി എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ക്രാഫ്റ്റ് വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുന്നേയിലെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ക്രാഫ്റ്റ് ആയിരുന്നു ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നേരമുള്ളത് കൊണ്ട് തന്നെ ഡെയിലി ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതുപോലെ ഡെയിലി ഷോർട്സും അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് എനിക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഏട്ടൻ വരുന്നത് വരെ ഞാൻ ഫ്രീ ആണ്, ബോറടിച്ചിരിക്കുവാണ്. ആദ്യമൊക്കെ ഉറങ്ങിയൊക്കെ സമയം കഴിഞ്ഞു, പിന്നെ ഉറങ്ങി മടുത്തു. അങ്ങനെയാണ് ക്രാഫ്റ്റിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് സ്റ്റാൻഡ് വാങ്ങിച്ചു അവിടുന്ന്. ആദ്യം ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് റിയൽമി ഫോണിലായിരുന്നു. അത് അത്ര വലിയ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീൽ എടുക്കാൻ പറ്റുമല്ലോ എഫക്റ്റ് ഇട്ടിട്ട്. അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു 30 സെക്കൻഡായിരുന്നു തോന്നുന്നു എടുത്തിട്ട് അത് സേവ് ചെയ്യാറാണ് പതിവ്. അതുപോലെ ഞാൻ 30 സെക്കൻഡ് എടുക്കും, സേവ് ചെയ്യും, 30 സെക്കൻഡ് എടുക്കും, സേവ് ചെയ്യും. അങ്ങനെയാണ് ഒരു വലിയ ലോങ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്രം വെച്ചിട്ടും കുപ്പീൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ, അത് വ്യൂസ് എന്ന് വെച്ചാൽ വലിയ വ്യൂസ് അല്ല, ഒരു 200, 100, 150 ഒക്കെ വ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റാൻഡ് വാങ്ങിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് ആ ഒരു ഫോണിലായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 800 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു റിയൽമീൻ്റെ ക്യാമറ ഒട്ടും ഭംഗിയില്ലാതായത്. അപ്പോൾ ഏട്ടൻ അന്ന് ഐഫോൺ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ എനിക്ക് ആ ഫോൺ തന്നിട്ട് തിരിച്ചങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അതിലായിരുന്നു ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഏട്ടൻ വന്ന ലീവിന് ഞാൻ ആ ഫോൺ തിരിച്ചു കൊടുത്തു. അങ്ങനെ എനിക്കൊരു ഫോൺ വാങ്ങിക്കണം എന്നുള്ള ഇതിൽ ഞാൻ മൈജിയിലേക്ക് പോയി. വിവോ ആയിരുന്നു എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വിവോ നോക്കിയപ്പോൾ എനിക്ക് ക്യാമറ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഐഫോൺ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഐഫോൺ വാങ്ങിച്ചു. അപ്പോൾ അതിലാണ് ഞാൻ എടുക്കുന്നത്. ഐഫോൺ 15ലാണ് ഞാനിപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. അന്ന് സ്റ്റാൻഡൊക്കെ നമ്മളിങ്ങ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ സ്റ്റാൻഡ് ഇങ്ങനെ 3 കാലുള്ള സ്റ്റാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 200 രൂപയുടെ സ്റ്റാൻഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ലതാണ് കേട്ടോ, നമുക്ക് എവിടെയും എടുത്തിട്ട് പോവാം, പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവാം, അങ്ങനത്തെ സ്റ്റാൻഡാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. അങ്ങനെ ആ ഒരു ഐഫോണിലായിരുന്നു ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആവാനും വാച്ച് അവർ ആവാനും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
നമുക്കറിയാം ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമാണ് വേണ്ടത് ലോങ് വീഡിയോന്. ഷോർട്ട് വീഡിയോന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 90 ഡേയ്സിനുള്ളിൽ എത്രയോ ഒരു വാച്ച് അവർ വേണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ഈ ഒരു 4000 വാച്ച് അവർ ആക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമുക്ക് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് നല്ല പുഷ്പം പോലെ ഇങ്ങെടുക്കാം. പക്ഷേ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് മെല്ലെ നീങ്ങുള്ളൂ. ഒരു ഉറുമ്പിരിയുന്നത് പോലെ മാത്രമേ നീങ്ങി പോവുള്ളൂ. നല്ല കഷ്ടപ്പാടാണ്. യൂട്യൂബ് തുടങ്ങിയ പകുതി ആയവർക്കാണെങ്കിലും മനസ്സിലാകും. അതിങ്ങനെ മെല്ലെ മെല്ലെ കയറുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ ഒരു 4000 കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ ഡോളർ കയറുക എന്നുള്ളത് അതിനെക്കാട്ടും കഷ്ടമുള്ള കാര്യമാണ്. ഓരോരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും. ഞാനിപ്പം എൻ്റെ ചാനലിപ്പം മോണിറ്റൈസേഷനായി. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 വർഷം എടുത്തു. ഓരോരോ ആൾക്കാർക്ക് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒക്കെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം. ചിലവർ 6 കൊല്ലം 8 കൊല്ലം എടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കുന്നവരുണ്ട്. അത് നമ്മൾ വീഡിയോസ് ഇടുന്നത് പോലെയാണ്. വീഡിയോസ് ഇടുന്നതും പിന്നെ നമ്മുടെ ലക്കും അതാണ് വേണ്ടത്. യൂട്യൂബിൽ ഒന്ന് ക്ലിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരേ ടൈമിന് അപ്ലോഡ് ചെയ്യുക. ഇന്നിപ്പോൾ 5 മണിക്കാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ നാളെ 5 മണിക്ക് അപ്ലോഡ് ചെയ്യുക. ഒരാഴ്ചയിൽ ഒരു 4 ഷോർട്സ് എങ്കിലും ഇടുക, 2 ലോങ് വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതൊന്നും പാലിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത്. ഒരു മാസത്തിൽ 2 വീഡിയോ ഇട്ടെങ്കിലായി. ചിലപ്പോൾ ഒരു വീഡിയോ ഇടും, ചിലപ്പോൾ മാസം ഫുൾ വീഡിയോ ഇടും. അതൊക്കെ എൻ്റെ ഓരോ മാസത്തെ തോന്നൽ പോലെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ എവിടെയും എത്താൻ പറ്റില്ല. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ നല്ല ഫോൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡ് വാങ്ങിക്കുക, മൈക്ക് വാങ്ങിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിൽ ഏത് ഫോണാണോ അത് വെച്ചിട്ട് വീഡിയോസ് ഇട്ട് പഠിക്കുക, എഡിറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്കിങ്ങനെ ജനലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മുകളിലോ കുപ്പീൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വീഡിയോസ് എടുത്തു തരാൻ പറയാം. അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ട് ഒന്ന് റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 600 700 ഒക്കെ സബ്സ്ക്രൈബേഴ്സായി എനിക്ക് പറ്റും, എനിക്ക് ഇതിൽ വീഡിയോ ഇടാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നമുക്ക് യൂട്യൂബിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതാവുക. ഞാനൊക്കെ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ എല്ലാ സാധനവും വാങ്ങിച്ച് വീഡിയോ എടുക്കാൻ നിന്നാൽ ഒന്നും നടക്കില്ല. പിന്നെ നമ്മൾ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഡെയിലി അപ്ലോഡ് ചെയ്യുക. എന്തുണ്ടായാലും നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്തേ പറ്റൂ വീഡിയോ. കാരണം യൂട്യൂബ് അതാണ്. നമുക്ക് കല്യാണം ഉണ്ടെങ്കിലും വേറെ എന്ത് ചടങ്ങുണ്ടെങ്കിലും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതും ഒരേ സമയത്ത് തന്നെ നോക്കുക. ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. വാച്ച് അവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാഴ്ചയിൽ 2 ലോങ് വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനൊക്കെ തോന്നിയാലും മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ആവാതിരിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. ആദ്യം യൂട്യൂബിലൊക്കെ നല്ല വ്യൂ ഉണ്ടാവും. പിന്നെ വീഡിയോസിനൊക്കെ വ്യൂ കുറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. 8 വ്യൂ 2 വ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു വീഡിയോ ചിലപ്പോൾ സ്റ്റക്കായിട്ട് അതുപോലെ നിൽക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. യൂട്യൂബിൽ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കിട്ടുന്ന മ്യൂസിക് തന്നെ ആഡ് ചെയ്യുക. എവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്നും ചേർക്കാതിരിക്കുക. കാരണം അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ചാനലിൽ ഇപ്പോൾ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്കത് വലിയ കാര്യമാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസമായിരുന്നു എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്നവരോട് പൈസ കിട്ടിയിട്ടില്ല. ഡോളർ കയറുന്നുണ്ട്. ഡോളർ കയറുക എന്നുള്ളത് വളരെ പതുക്കെ കയറുള്ളൂ. വാച്ച് അവർ എങ്ങനെയാണോ കയറുക അങ്ങനെ കയറുള്ളൂ. നമുക്ക് ഒരു ഷോർട്സിനൊക്കെ നമുക്ക് 1 മില്യനും അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് അത്യാവശ്യം ഡോളർ കയറുള്ളൂ. എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1K 2K ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ 0.01 0.02 അങ്ങനെയൊക്കെയാണ് ഡോളർ കയറുള്ളൂ. അങ്ങനെ മെല്ലെ കയറിയിട്ടാണ് നമുക്ക് ഡോളർ കിട്ടുള്ളൂ. അപ്പം $100 ആയിക്കഴിഞ്ഞാലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ലോങ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. എനിക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ഡോളർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയിട്ടാകുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോ. ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാം. നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് ചാനൽ തുടങ്ങാണ്ട് ഇപ്പോഴും ചാനൽ ഡിലീറ്റ് ആക്കിയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ തുടങ്ങിക്കോളൂ. ഒരു നാണക്കേടും ഇല്ല. നമുക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഞാനൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു. എൻ്റെ സൗണ്ട് കേൾക്കുന്നത് മടിയായിരുന്നു. അതുപോലെ എനിക്ക് മറ്റുള്ളവർ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട. എല്ലാ യൂട്യൂബേഴ്സും ഇതൊക്കെ കടന്നിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിലെത്താൻ വേണ്ടിയിട്ട്. ഒന്ന് മോണിറ്റൈസേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം വീണ്ടും വീണ്ടും ദിവസങ്ങൾ കളയാതിരിക്കുക. പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക. പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങുക. വേഗം തന്നെ എല്ലാവരുടെ ചാനലും മോണിറ്റൈസേഷൻ ആവട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.